Coffee Club 24 hours. ഇവിടെയാണ് പാർവതിയുടെ ഫേവറേറ്റ് സ്റ്റാർ എപ്പോഴും വന്ന് സ്നാക്ക് ഒരു ഫേവറേറ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആണ്. പുള്ളിക്കാരൻ കഴിക്കുന്ന സ്പെഷ്യൽ സാധനങ്ങളും ഇവിടെ കിട്ടും എന്നാണ് കേട്ടത്. ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. Yes, sure. ഈ കാക്കനാട് സൈഡിലുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഹാങ് ഔട്ട് പ്ലേസ് ആണിത്, കോഫി ക്ലബ് 24 hours. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബ്ലിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്. പുള്ളിക്കാരൻ അറിയാം എന്താണ് സണ്ണി വെയിൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കണം. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞ് അത് പാർവതിക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഓക്കെ ബ്ലിസിൻ, സണ്ണി വെയിൻ്റെ ഫാനിന് സണ്ണി വെയിൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനം ഒരു ട്രീറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എന്താണ് യൂഷ്വലി പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടതാണ് ഫെറ്റ ബർഗർ ഉണ്ട്. ഓക്കെ ഓക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷേക്ക് കുടിക്കാറുണ്ട്. ഓക്കെ മോക്ടെയിൽസ് ഉണ്ടാവും. അത് ലെമൺ വാട്ടർമെലൺ ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്കൊരു ലെമൺ വാട്ടർമെലൺ മോക്ടെയിലും ഒരു ഫെറ്റ ബർഗർ ആയിക്കോട്ടെ. അതാണ് സണ്ണി വെയിൻ ലേറ്റസ്റ്റ് ആയിട്ട് കഴിച്ചത് അല്ലേ? അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് സെൽഫി ഒക്കെ എടുത്ത് കഴിക്കുന്നത്. ഓക്കെ അപ്പോൾ burger. Yes. And this is lemon watermelon. അപ്പോൾ now you have to try this. എന്തായാലും ഡയറ്റിങ്ങിൽ ഇരിക്കുകയാണ് ഞാനിപ്പോൾ. പക്ഷെ ഇന്ന് ഒരു ഡയറ്റിംഗ് സണ്ണി വെയിൻസ് ഡേ ആണ്. അതെ. ഇത് ഞാൻ തരില്ല. ഇത് വേണമെങ്കിൽ ഞാൻ തരില്ല. ഇത് മൊത്തം കഴിച്ചാൽ ഇത് ഞാൻ തരില്ല. ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായിരിക്കും. ഫൈൻ. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ ചില്ലിങ് ഔട്ട് ആണ്. അപ്പോൾ ഏതായാലും we have to finish it and go for next excitement. പാർവതി, അപ്പോൾ എങ്ങനെയുണ്ട് സണ്ണി വെയിൻ്റെ ലൈഫ്? എക്സൈറ്റിംഗ് പ്ലസ് ആസം പ്ലസ് വേർഡ്സ് ഇല്ല. അപ്പോൾ കാണാൻ പോവല്ലേ ആരെ സണ്ണി വെയിനെ? ഓഹോ, നമ്മൾ ആക്ച്വലി കാണേണ്ടതാണ്. അങ്ങനെയാണ് പാർവതിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നതും. കാണും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഈ ഒരു 24 hours നമ്മളെല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത് സണ്ണി വെയിൻ തന്നെയായിരുന്നു. നമ്മളത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹി വാസ് സപ്പോസ് ടു ബി ഹിയർ. ഇവിടെ വന്ന് മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ എന്താ പറ്റിക്കാൻ വേണ്ടി പറയാൻ എനിക്ക് മനസ്സിലായി. അല്ല, സീരിയസ്ലി ഞാനെന്തിനാ പറ്റിക്കണേ? ഇവിടെ ഇത്ര ആൾക്കാർ, ഇത്രയും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വന്നിരിക്കുന്നത് സണ്ണി വെയിൻ വരും എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളെല്ലാവരും ആ എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ ഒരു മൂവിൻ്റെ പ്രൊമോഷണൽ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ പറ്റില്ല. നമുക്കാണെങ്കിലും നമ്മൾ 24 hours എന്ന് പറയുമ്പോൾ വി വർ സപ്പോസ് ടു മീറ്റ് ഹിം നൗ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. I know that it's disappointing. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഫ്രം ഹിസ് സൈഡ്. There's a letter and a gift. No. പ്ലീസ് എന്നെ കളിപ്പിക്കല്ലേ പ്ലീസ്. അല്ല, കളിപ്പിക്കുന്നതല്ല. ഇവിടെ എല്ലാവരും നോക്കുന്നു. ആരുടെങ്കിലും മുഖത്ത് can you see a smile? There is a gift from Sunny Vein. This is from Sunny Vein, your favorite star. Chocolates and a letter. ആ ലെറ്റർ വായിക്കുമ്പോൾ maybe I think she'll get convinced. Hi Parvati, hope you're enjoying my life. I'm really happy to have a fan like you. പക്ഷേ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ അറിയിക്കാനുള്ളത്. ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങളാൽ എനിക്കിന്ന് പാർവതിയെ മീറ്റ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഐ വിൽ മീറ്റ് യു വെരി സൂൺ. പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. പാർവതിക്ക് സ്നേഹത്തോടെ ഞാൻ തന്നയക്കുന്ന സമ്മാനമാണിത്. പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. ഐ എം റിയലി റിയലി സോറി. ഹോപ്പ് ടു മീറ്റ് യു സൂൺ. വിത്ത് ലവ്, സണ്ണി വെയിൻ. എക്സ്പെക്റ്റേഷനും ഉണ്ടായിരുന്നു. ലൈക്ക്
ഇത്രയൊക്കെ ചെയ്തിട്ടും വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഐ മീൻ വി അണ്ടർസ്റ്റാൻഡ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഹീ ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ്. അത് യു നോ ലൈക്ക് ഒരു ദിവസം യു ഹാഡ് ഹിസ് ലൈഫ്, സോ യു നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ് ടു ഹാൻഡിൽ ആൻഡ് ഹൗ എക്സൈറ്റിംഗ് ഇറ്റ് ഇസ്. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ മാറും. എൻ്റെ ലൈഫിൽ ഏറ്റവും മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡേ ആയിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ടിൽ ദിസ് ടൈം. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് ഓക്കെ, യു ഹാവ് എ ഗിഫ്റ്റ് ദറ്റ് ഹീ ഗേവ് യു സ്പെഷ്യലി ഫോർ യു. എനിവേ, സോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ട് വിൽ വൈൻഡ് അപ്പ് ദ ഷോ. ഓക്കെ, യാ കം. പാർവതി, എനിക്കറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല ക്ലൈമാക്സ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. വളരെ നന്നായിട്ടാണ് ഒരു ദിവസം പോയത്. അപ്പം എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആദ്യം തന്നെ ഈ ഒരു ക്രൂവിന് ഞാൻ താങ്ക്സ് പറയണം. കാരണം ഇത്രയും ആരാധകന്മാരിലും എന്നെ സെലക്ട് ചെയ്യാനായിട്ട് താങ്ക്സ്. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ കൊച്ചിയിലെത്തി. ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊച്ചിയിൽ. പിന്നെ ഇന്നലെ രാത്രി സ്റ്റേ സണ്ണിച്ചേട്ടൻ താമസിക്കുന്ന ഹോട്ടലിൽ, അതേ റൂമിൽ. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോയിൽ പോയപ്പോഴും നമ്മൾക്ക് കൂടുതൽ ലൈക്ക് സണ്ണിച്ചേട്ടൻ്റെ വോയിസിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ മൂവീസിൽ യൂസ് ചെയ്യുന്ന, അത് പ്രത്യേകിച്ച് സണ്ണിച്ചേട്ടൻ്റെ മൂവീസിൽ യൂസ് ചെയ്യുന്ന ഡബ്ബിങ് ടെക്നിക്സിനെ പറ്റിയും എനിക്ക് ഫ്രാൻസിസ് ചേട്ടൻ ഒരു മടിയും കൂടാതെ എനിക്ക് പറഞ്ഞു തന്നു. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് എ കോൾ ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഫോർ പാർവതി. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ഹലോ ഹലോ. ഓക്കെ, ഇതാ ഇവിടെ പാർവതി ഉണ്ട്. ഐ വിൽ ജസ്റ്റ് ഗിവ് ഫോൺ ടു ഹർ. ഹലോ, ഹായ്. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കുഴപ്പമില്ല. ഇല്ല, തിരക്കുണ്ടല്ലേ. ഐ നോ. ഇറ്റ്സ് ഓക്കെ. എന്നാലും ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് ഫൈൻ, കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല? അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഐ ഷുഡ് ഗിവ് യു ഗൈസ് സം ടൈം. നിങ്ങൾ കുറച്ച് നേരം സംസാരിക്കും. Okay, let me ask something. Okay. See, I'm so excited, man. Yeah, hi. എന്നോട് വരില്ല എന്ന് അവർ പറഞ്ഞത്. ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വരില്ല എന്ന് പറഞ്ഞപ്പോൾ. എന്തിനാ വിഷമിച്ച? അറിയില്ല, കാരണം ചേട്ടൻ്റെ എല്ലാ ലൈഫിലുള്ള എല്ലാ സ്ഥലത്തും പോയി. പോയോ? ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഞങ്ങൾ കവർ ചെയ്തു. അവസാനം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. പിന്നെ നമ്മുടെ മൂവാറ്റുപുഴ കഴിഞ്ഞ ഹാങ് ഔട്ട് പ്ലേസ് പോയി. പിന്നെ കഴിഞ്ഞ അവിടെ കോഫി ക്ലബിൽ പോയി. എല്ലാവർക്കും നല്ല അഭിപ്രായം. ഒരാൾ പോലും പറഞ്ഞില്ല? ഇല്ല, മോശമായിട്ടുള്ള ഒരാൾ പോലും പറഞ്ഞില്ല. ഹാപ്പി ആയല്ലോ? നല്ല ഹാപ്പിയാണ്. എന്നോട് ഇവരിപ്പോഴും പറഞ്ഞു, ലാസ്റ്റ് ടൈം വരെ എന്നോട് പറഞ്ഞു വരില്ല എന്ന്. സങ്കടമായി, ശരിക്കും സങ്കടമായി, കരഞ്ഞു പോയി. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അങ്ങനെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല. ആദ്യമായിട്ടാണ് ഒന്നാമത് ഇങ്ങനെ ഒരു ഷോ. പിന്നെ എന്താ പറയുക, ഫാൻസ് എന്ന് പറയാൻ എനിക്കും ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളിഷ്ടമുള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു TV ചാനലിലൂടെ വന്ന് നമ്മളിതൊരു ആഘോഷമാക്കി മാറ്റുന്നതിൽ എന്താ പറയുക, ഒരുപാട് സന്തോഷം.
എനിക്കും ഇവരോട് ഞാനത് പറഞ്ഞു, എനിക്കിപ്പോൾ ഇത്രയും യുനോ എത്ര ആരാധകന്മാരുണ്ടാവും, പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു ചാൻസ് ഉണ്ട്. സോ ലക്കി. താങ്ക്സ് ടു ഫ്ലവേഴ്സ്. യാ എക്സാക്ട്ലി. ഹായ്. എന്തായി? എന്താ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എക്സൈറ്റ്മെന്റും വിഷമമൊക്കെ മാറി. യാ വിഷമം മാറി, എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. കരച്ചിലിന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഒരു ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇത് പാർവതി തന്നെ തട്ടെ, ആരാധന. എക്സൈറ്റ്മെന്റ് മാറി, ആരാധനയും കൂടിയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ താങ്ക് യു.